ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് മത്ര കോർണിഷിലാണ്. മസ്കറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പ്ലേസ് കൂടിയാണ് മത്ര. ഇവിടെ പ്രധാനമായി കാണാനുള്ളത് മത്ര ഫോർട്ട്, മത്ര സൂക്ക് എന്നിവയാണ്. നമ്മൾ ആദ്യമായി പോയത് മത്ര ഫോർട്ടിലേക്കാണ്. ഇവിടെ കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ എൻട്രി ഫീ വരുന്നത് 3 റിയാലാണ്. കുറച്ചധികം സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലെത്താൻ. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ഹിസ്റ്ററി കാണാൻ പറ്റും. മത്ര ഫോർട്ടിന്റെ ഹിസ്റ്ററി പല ഭാഷയിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തുറമുഖത്തിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു കുന്നിലാണ് ഈ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 500 വർഷം പഴക്കമുണ്ട് ഈ കോട്ടയ്ക്ക്. ഇത് ആദ്യ കാലങ്ങളിൽ അറിയപ്പെട്ടത് ഒമാനി ഫോർട്ട് എന്നായിരുന്നു. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കിടിലം വ്യൂ ആണ് കേട്ടോ. നിങ്ങൾ ആ കാണുന്നതാണ് മത്ര പോർട്ട്. ആ ഷിപ്പ് അവിടെ കിടക്കുന്നത് പ്രത്യേക ഭംഗിയാണ് മത്ര പോർട്ടിന് നൽകുന്നത്. ഇതാണ് വെസ്റ്റ് ടവർ. AD 1507 ആദ്യത്തെ സിംഗിൾ ടവർ ഇവിടെ നിർമ്മിച്ചത്. പിന്നീട് 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഈ കോട്ട പിടിച്ചെടുക്കുകയും പിന്നെ അഡീഷണൽ ആയിട്ട് 2-3 ടവർ കൂടി ഇവിടെ നിർമ്മിച്ചു. നമുക്കിവിടെ ചെറുതും വലുതുമായ കുറെ പീരങ്കികൾ ഇവിടെ കാണാൻ സാധിക്കും. 1980-ൽ മിനിസ്ട്രി ഓഫ് ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ ഈ കോട്ട ഏറ്റെടുക്കുകയും നവീകരിക്കുകയും ചെയ്തു. 2010-ന് ശേഷമാണ് വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തത്. കോട്ടയുടെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മത്ര സിറ്റി മൊത്തവും കാണാൻ പറ്റും. ഒരു സൈഡിൽ കടലും മറു സൈഡിൽ ഫ്ലാറ്റ് സമുച്ചയങ്ങളും മത്ര സിറ്റിയും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. കോട്ടയുടെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് വെച്ചാൽ എത്ര പറഞ്ഞാലും മതിയാലും അത്ര മനോഹരമായ ഒരു വ്യൂ ആണ് ഇവിടെ. ഫോർട്ടിന്റെ അകത്ത് തന്നെ ഒരു കഫ്റ്റേരിയ ഉണ്ട്. പേരറിയാത്ത കുറെ ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ബ്ലൂ ഓഷൻ മൊജിറ്റോയാണ് പറഞ്ഞത്. അറിയാതെ പറഞ്ഞതാണെങ്കിലും സംഭവം സൂപ്പറായിരുന്നു. ഫോർട്ടിൽ കുറെ ടൈം സ്പെൻഡ് ചെയ്തു. ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ കാണുന്നതാണ് ഇവിടുത്തെ സുൽത്താന്റെ ഷിപ്പ്. പിന്നെ ഞങ്ങൾ പോയത് നേരെ മത്ര സൂക്കിലേക്കാണ്. ഒമാനിൽ തന്നെ ഏറ്റവും പുരാതനമായ ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് മത്ര സൂക്ക്. ഒമാൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാധനങ്ങൾ ഇവിടെ വാങ്ങാൻ പറ്റും. ഇത്രയൊക്കെ വലിയ മാളുകൾ ഉണ്ടെങ്കിലും ഒമാനിസ് കൂടുതലും പർച്ചേസ് ചെയ്യുന്നത് സൂക്കിൽ നിന്നാണ്. കുന്തിരിക്കും, പുരാതനമായ വസ്തുക്കൾ, അതുപോലെ തന്നെ ഒമാൻസ് ജ്വല്ലറി എന്നിവയാണ് പ്രധാനമായും ഇവിടെ വാങ്ങാൻ പറ്റുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി കുന്തിരിക്കും ഇവിടെയാണ് ലഭിക്കുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ടെങ്കിലും വിന്റർ ടൈമാണ് ഇവിടുത്തെ സീസൺ ടൈം. ഈവനിങ് ആകുമ്പോഴേക്കും ഒരുപാട് ആൾക്കാർ ഇവിടെ നടക്കാനൊക്കെ വരാറുണ്ട്. ആ ടൈമിൽ പാർക്കിങ്ങിനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും.
സ്പോർട്ടും സൂക്കും കണ്ടു കഴിഞ്ഞ് വെറുതെ കുറച്ച് നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് പാറയുടെ മുകളിലായിട്ട് കുറച്ച് ആൾക്കാർ നിൽക്കുന്നത് കണ്ടത്. എന്താണ് സംഭവം എന്ന് അറിയാനായി അങ്ങോട്ട് പോയി നോക്കി. മരത്തിന്റെ താഴെ ഒരു ഗുഹ പോലെയുണ്ട്. അതാണ് അവിടേക്കുള്ള എൻട്രൻസ്. സ്പോട്ടിലേക്ക് പോകാനായി 2 ലാഡേഴ്സ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഓരോ സ്റ്റെപ്സും കുറച്ച് ഹൈറ്റിലാണ് കിട്ടിയേക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ മത്രയുടെ ഒരു അടിപൊളി വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങോട്ട് കയറി വരുന്ന വഴി കുറച്ച് റിസ്കിയാണ്. ഹാൻഡ് റെയിൽസ് ഒക്കെ ദ്രവിച്ചു കിടക്കുകയാണ്. മതിയായ സേഫ്റ്റി ഒന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ആരെയും ഇങ്ങോട്ട് വരണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നില്ല. സ്റ്റേ സേഫ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.